അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ പണ്ഡിതന്മാർ ഒരു സ്ഥലത്ത് നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഒരു 3 ആൾക്കാർ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി കൂടുന്ന ഒരു 3 ആൾക്കാർ ഇങ്ങനെ യാത്ര പോവുകയാണ്. അങ്ങനെ അവരൊരു സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ അവരുടെ കയ്യിലുള്ള ഭക്ഷണം അവർ ഭക്ഷിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭക്ഷിക്കാനോ 3 ആൾക്കാർക്ക് വേണ്ടത്ര ഒരു ഭക്ഷണം അവിടെ ഉണ്ടായില്ല. ഏതായാലും ഉള്ളതൊക്കെ അങ്ങോട്ടിങ്ങോട്ടും ഓഹരി വെച്ച് ഭക്ഷിക്കാം എന്ന് കരുതി ഉള്ള ഭക്ഷണമൊക്കെയും അവരുടെ മുമ്പിൽ അവർ വെക്കുകയും അങ്ങനെ അവിടെയുള്ള വിലക്ക് അവർ കെടുത്തിക്കളയുകയും ചെയ്തു. കാരണം വിലക്ക് ഉള്ളതോടുകൂടെ അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ ആരും ഭക്ഷിക്കില്ല എന്നറിയാം. കാരണം ഒരാൾക്കും അവിടെ മനസ്സ് ഒക്കൂല. കാരണം കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്കും അതിന്ന് കൈയിട്ട് വാരാൻ തോന്നൂല. കാരണം മറ്റൊരാൾക്ക് അതിലില്ലല്ലോ എന്ന ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ തീരുമാനിച്ചത് അതാണ്, ഇവിടെയുള്ള വിലക്ക് നമ്മൾ കിടത്തിക്കളയാം, എന്നിട്ട് നമുക്ക് കിട്ടുന്നതെടുത്ത് നമ്മൾ കഴിക്കാം എന്ന തീരുമാനത്തിലാണ് അവർ ചെയ്തത്. അങ്ങനെ അവർ തീരുമാനിച്ചതുപോലെ ഉള്ള ഭക്ഷണമൊക്കെ അവർ മുമ്പിൽ വെച്ച് അങ്ങനെ അവിടെയുള്ള വിലക്കുകളൊക്കെയും അവിടെ കിടത്തിക്കളഞ്ഞു. അങ്ങനെ കുറേ സമയമായതിൻ്റെ ശേഷം അവർ വീണ്ടും അവിടെ വിലക്ക് കത്തിക്കുകയാണ്. നോക്കുമ്പോഴാണ് അത്ഭുതം, നേരത്തെ ഉണ്ടായ ഭക്ഷണം അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്തേ കാരണം? എല്ലാം ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ഞാൻ ഭക്ഷിക്കുന്നത് വേണ്ട, മറ്റൊരാൾ ഭക്ഷിക്കട്ടെ. അങ്ങനെ രണ്ടാമതാളും ചിന്തിച്ചോ, ഞാൻ ഭക്ഷിക്കുന്നത് വേണ്ട, മൂന്നാമത്തെ ഒരാൾ ഭക്ഷിക്കട്ടെ. മൂന്നാമത്തെ ഒരാൾ ചിന്തിച്ചോ, ഞാൻ ഭക്ഷിക്കുന്നത് വേണ്ട, മറ്റേ 2 ആൾ ഭക്ഷിക്കട്ടെ. അങ്ങനെ കുറച്ച് ഭക്ഷണം തന്നെ 3 ആളും ഭക്ഷിക്കാതെ തന്നെ അവിടെ ബാക്കി നിൽക്കുകയാണ്. എന്തേ കാരണം? അവർ മറ്റൊരാളെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു വിഷയമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ സംഭവമായിട്ട് നാം കരുതരുത്, വലിയൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഇബാദത്തുകൾ, അവരുടെ ഖുർആനൂത്ത്, അവരുടെ മറ്റുള്ള നിസ്കാരങ്ങളൊക്കെയും ഇമാമീങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അവരുടെ സ്വഭാവങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവർ സ്വന്തത്തെ കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മറ്റൊരാളുടെ കാര്യം തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ആ വലിയൊരു സ്വഭാവമാണ് മഹാന്മാർ ഇത്ര വലിയൊരു സ്ഥാനത്തിലേക്ക് എത്താനുള്ള കാരണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ആവശ്യം ഇല്ലാത്തൊരു കാര്യം തന്നെ നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ അരികിൽ വന്നിട്ട് യാചിച്ച് നമ്മളോട് എത്രമാത്രം ചോദിച്ചിട്ട് പോലും അതിന്ന് ഒരല്പം നമുക്കങ്ങോട്ട് കൊടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഈമാനും അവരുടെ ഈമാനും എത്രമാത്രം വിദൂരമാണ്, എത്രമാത്രം വ്യത്യാസമാണെന്ന് നാം ചിന്തിക്കണം. സ്വന്തത്തിന് എല്ലാവിധത്തിലും ആവശ്യമുണ്ടായിട്ട് നിർബന്ധമുണ്ടായിട്ട് പോലും അവർ മറ്റൊരാളുടെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. നമുക്ക് ഇബാദത്തുള്ളതോടുകൂടെ, നിസ്കാരമുള്ളതോടുകൂടെ, മറ്റുള്ള എല്ലാ നല്ല സൽക്കർമ്മങ്ങൾ ഉള്ളതോടുകൂടെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു സ്വഭാവമാണ് മറ്റുള്ളവരെ പരിഗണിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാലെ അള്ളാഹു എത്ര ഇബാദത്തുണ്ടെങ്കിലും ഒരിക്കലും അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നാമുമായി ബന്ധപ്പെട്ടവരൊന്ന് ചിന്തിച്ച്, അവരെ പരിഗണിച്ച്, അവരൊന്ന് സന്തോഷിപ്പിച്ച്, അവരോടൊന്ന് സഹകരിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുകയുള്ളൂ എന്ന് നാം ചിന്തിക്കണം. ഇവിടെ നോക്ക്, കുറച്ച് ഭക്ഷണമേ അവ 3 ആൾക്കാർക്കുണ്ടായിട്ടുള്ളൂ. 3 ആൾക്കാരും തീരുമാനിച്ചതെന്താണ്, ചിന്തിച്ചതെന്താണ്? ഞാൻ ഭക്ഷണം കഴിച്ചാൽ മറ്റൊരാൾക്ക് കിട്ടുകയില്ല. എല്ലാവരും വല്ലാത്ത വിശപ്പിലാണ്, വല്ലാത്ത
വിശപ്പും ഉണ്ടായിട്ട് പോലും, വളരെ നിർബന്ധമായിട്ട് അവർക്ക് ആവശ്യമുണ്ടായിട്ട് പോലും അവർ മറ്റൊരാളെ ചിന്തിച്ചു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ഇത്രമാത്രം നമ്മളൊന്നും കഷ്ടപ്പെടേണ്ടതില്ല, എന്നാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റൊരാളൊന്ന് നാം ചിന്തിക്കേണ്ടതില്ലേ, നാം പരിഗണിക്കേണ്ടതില്ലേ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. ചോദിച്ച് നാം നമ്മളെ തന്നെ തിരുത്തണം. അങ്ങനെയുള്ള നല്ലൊരു സ്വഭാവം തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.